കോഴിക്കോട് ദീപകിന്റെ ആത്മഹത്യയിൽ കസ്റ്റഡിയിലായ ഷിംജിതയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. മകന് നീതി ലഭിക്കണമെന്നും ഇനി ഒരാൾക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകരുത് എന്നും മാതാപിതാക്കൾ പ്രതികരിച്ചു. ഇന്ത്യാസ് കരീം വിവരങ്ങളുമായുണ്ട്. ഇന്ത്യാസ്, ഒരു മരണം, അതിന് പിന്നാലെ വലിയ തോതിലുള്ള സമൂഹത്തിലെ ചർച്ചകൾ, അതിനും പിന്നാലെയാണ് ഇപ്പോൾ ആ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിലിട്ട പെൺകുട്ടി ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. വളരെ രഹസ്യമായിട്ടായിരുന്നു. വലിയ പ്രതിഷേധത്തിന് സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. ഇന്നത്തെ പോലീസ് നടപടികൾ എങ്ങനെയായിരുന്നു? കോടതി നടപടികൾ എങ്ങനെയായിരുന്നു? രതീഷ്, ദീപക് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യ ഉണ്ടായി. അതിൽ കുടുംബം പരാതി കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച തികഴും മുൻപ് തന്നെ പോലീസ് ഈ ഷിംജിത മുസ്തഫ എന്ന യുവതിയെ അഴിക്കുള്ളിലാക്കി എന്ന് വേണം പറയാൻ. അതായത് ഈ ദീപകിന്റെ ആത്മഹത്യയോട് കൂടി തന്നെ കോഴിക്കോട് കമ്മീഷണർക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. അതിലാണ് പിന്നീട് BNS 108 വകുപ്പ് പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിത മുസ്തഫയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ന് വളരെ നാടകീയമായി അതീവ രഹസ്യമായി തന്നെ പോലീസ് ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു എന്നുള്ളത് കൂടെയാണ് കാര്യം. വടകരയിലെ ബന്ധുവീട്ടിലായിരുന്നു ഷിംജിത മുസ്തഫ ഉണ്ടായിരുന്നത്. മഫ്തിയിൽ പോലീസ് അവിടെ എത്തുന്നു, അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോഴിക്കോട് കുന്നമംഗലത്തെ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് കാര്യം. അല്പസമയത്തിനകം, ഒരു മണിക്കൂറിനകം തന്നെ മലപ്പുറം മഞ്ചേരിയിലെ കോടതിയിൽ മഞ്ചേരിയിലെ ജയിലിലേക്ക് ഷിംജിത മുസ്തഫയെ എത്തിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകൻ പറയുന്നത് ഇനി ജാമ്യം ലഭിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ്. ഇതിൽ ഇനി പോലീസ് ഷിംജിതയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ തെളിവെടുപ്പടക്കം നടത്തേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി അടുത്ത ദിവസം തന്നെ ഒരു പക്ഷേ കസ്റ്റഡി അപേക്ഷ ഷിംജിത മുസ്തഫയ്ക്ക് വേണ്ടി നൽകുകയും ചെയ്യും. പിന്നീട് കസ്റ്റഡിയിലെടുത്തതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലും ബാക്കി നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി രേഖപ്പെടുത്തിയ മൊഴികൾ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ ദീപകിന്റെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തി, മറ്റു ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി, ദീപകിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞത് ഈ വീഡിയോ, ബസ്സിൽ നിന്നുള്ള ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നു, സങ്കടത്തിലായിരുന്നു. അങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുമെന്നൊരിക്കലും കരുതിയിരുന്നില്ല. ഈ യുവതിയാണ്, ഷിംജിത മുസ്തഫയാണ് ദീപകിന്റെ മരണത്തിന് കാരണമെന്ന് ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിനു ശേഷം ഷിംജിത മുസ്തഫയുടെ മൊഴിയും രേഖപ്പെടുത്തി. പിന്നീട് പയ്യന്നൂരിൽ ഈ ബസ്സിലുള്ള ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഷിംജിത മുസ്തഫയെ അറസ്റ്റ് ചെയ്ത് ഒടുവിൽ ഇപ്പോൾ റിമാൻഡിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്നുള്ളത് കൂടെയാണ് കാര്യം. ഇതിൽ ഷിംജിത മുസ്തഫ പ്രധാനമായിട്ടും 2 വീഡിയോ പങ്കുവച്ചിരുന്നു. ആദ്യം ഈ ബസ്സിൽ നിന്ന് നമ്മളെല്ലാം സോഷ്യൽ മീഡിയ ജനങ്ങൾ ഒന്നാകെ കണ്ട ആ വീഡിയോ ആണ്. ആ വീഡിയോ പങ്കുവച്ചതിന് ശേഷം ഈ വീഡിയോ കുറിച്ച് വിശദീകരിക്കുന്ന, അതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു വീഡിയോയും പങ്കുവച്ചിരുന്നു. എന്നാൽ ദീപക് ആത്മഹത്യ ചെയ്തതോടുകൂടി വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ വന്നതിന് ശേഷം വീഡിയോയെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ഈ പങ്കുവച്ചു എന്ന് പറയപ്പെടുന്ന ബസ്സിൽ നിന്നുള്ള ആ വീഡിയോ എഡിറ്റഡ് വീഡിയോയാണ്. 2 വീഡിയോ ആക്കി എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് അത് വീണ്ടും കൂട്ടിച്ചേർത്ത് അങ്ങനെയാണ് ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഒരു ശാസ്ത്രീയമായ പരിശോധന ആവശ്യമാണ്. അതടക്കം പോലീസ് ഇതിന്റെ വീഡിയോയുടെ ശാസ്ത്രീയമായ പരിശോധന അടക്കം നടത്തും എന്നുള്ളത് കൂടിയാണ് കാര്യം. കൂടുതൽ ചോദ്യം ചെയ്യൽ ഷിംജിതയ്ക്ക് വേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ BNS 108 എന്ന റിമാൻഡ് ചെയ്തു അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം? തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത ദിവസം തന്നെ ഷിംജിതയ്ക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇത് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ സംഭവം ഉണ്ടായത് മുതൽ വളരെ രഹസ്യമായി, അതിനാടകീയമായാണ് പോലീസിന്റെ നീക്കം എന്ന് വേണം പറയാൻ. ഷിംജിതയെ റിമാൻഡ് ചെയ്ത് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ പോലും പോലീസ് വരുത്തിയിട്ടില്ല. അതിനു മുൻപേ തന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അതായത് ഷിംജിതയെ എത്തിക്കുന്നിടത്തെല്ലാം കോടതിക്ക് മുൻപിലേക്ക് എത്തിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ വൻ പോലീസ് സന്നാഹം, സുരക്ഷാ സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടെയാണ് കാര്യം. നേരത്തെ മെഡിക്കൽ കോളേജ് പോലീസിലേക്ക് ആദ്യം ഷിംജിതയെ എത്തിക്കുമെന്ന ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അവിടെ വലിയ രീതിയിൽ ജനം തടിച്ചുകൂടിയിരുന്നു. പിന്നീട് അവിടെ മെഡിക്കൽ കോളേജ് പോലീസിൽ കൊണ്ടുചെല്ലാതെ കുന്നമംഗലത്തെ കോടതിയിലേക്ക് എത്തിച്ചതോടുകൂടി
കൂടി BJP പ്രവർത്തകർ മെഡിക്കൽ കോളേജ് പോലീസിന് മുൻപിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് രാഷ്ട്രീയ പാർട്ടികൾ കൂടെ ഏറ്റെടുത്തൊരു വിഷയമായി ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ദീപകിന്റെ വീട്ടിലെത്തി ദീപകിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന രംഗങ്ങളെല്ലാം പുറത്ത് വരികയും ചെയ്തതാണ്. എന്തായാലും ഇന്ന് റിമാൻഡ് ചെയ്തതോടുകൂടി ദീപകിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ഇനി മറ്റു പോലീസ് നടപടികൾ എന്തൊക്കെ, ഒരുപക്ഷേ ജാമ്യത്തിന് വേണ്ടി അഭിഭാഷകൻ എന്തൊക്കെ നീക്കങ്ങൾ നടത്തും എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഉദ്വേഗമുള്ളത്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ നൽകുകയും ചെയ്യും. ശരി, ദീപകിന്റെ ആത്മഹത്യയിൽ കസ്റ്റഡിയിലായ ഷിംജിതയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മകന് നീതി ലഭിക്കണം. ഇതാണ് കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണം.